മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണെങ്കിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിക്കാരം. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ഇന്ന് ഞാൻ കിച്ചണിൽ വന്ന് എന്താ ഇപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ച് നിൽക്കാൻ കേട്ടോ. മക്കളാണെങ്കിൽ സ്കൂളിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് രാവിലത്തെ 4 ചപ്പാത്തി കണ്ടത്. അപ്പോൾ അത് ആ ചപ്പാത്തി അങ്ങനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പറ്റൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചപ്പാത്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് കേട്ടോ. അങ്ങനെ ഞാനൊരു സവാള വേഗം തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ അതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് റെഡിയായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 ചപ്പാത്തിയും ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് രാവിലത്തെ ബാക്കി വന്ന ചപ്പാത്തി ആണെന്നൊന്നും ഇത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നൂല കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തി അല്ല, ഇതിനായിട്ട് 4 ചപ്പാത്തി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ചപ്പാത്തിയൊക്കെ കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മസായി എഗ്ഗ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസായിൻ്റെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഹോം ഷോപ്പിലുണ്ട്. മസായി സാമ്പാർ പൗഡർ ഉണ്ട്, മന്തി മസാല ഉണ്ട്, അതുപോലെ തന്നെ ബിരിയാണി മസാല, ബീഫ് മസാല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതാ എഗ്ഗ് മസാലയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചിക്കി പരത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ മുട്ട വെന്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ നല്ലോണം ഈ ഒരു ചപ്പാത്തിയിൽ എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ടൊമാറ്റോ കെച്ചപ്പോ അതെല്ലാന്നുണ്ടെങ്കിൽ മയോണൈസ് ഒക്കെ ഇതിലേക്ക് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കട്ടോ, അങ്ങനെയും കഴിക്കാം. അപ്പൊ ഞാനിവിടെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പൊ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡും ആവും. അപ്പോൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പ്ലേറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ. ഹൈഫക്കുട്ടിക്ക് മാത്രമല്ല റിച്ചുമോനും മഞ്ജുമോളും ചിഞ്ചുമോളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇത് കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആദ്യം ടേസ്റ്റ് നോക്കിയത് നമ്മൾ ഐഫക്കുട്ടിയാണ്. ഐഫക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ അമ്മച്ചി, ചപ്പാത്തിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി അല്ല നൂൽപുട്ടൊക്കെ ബാലൻസ് ഉണ്ടെങ്കിലും ഇതേപോലെ ഉണ്ടാക്കട്ടോ. നൂൽപുട്ടോ പുട്ടോ ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ